ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ മുട്ട ബിരിയാണിയാണ്. സിമ്പിളായിട്ടുള്ളൊരു മുട്ട ബിരിയാണി. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ്മതി റൈസ് 2.5 കപ്പ്, സബോള 3 എണ്ണം ചെറുതായിട്ടരിഞ്ഞത്, തക്കാളി 2 എണ്ണം, തൈര് 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, കറുവാപ്പട്ട 2 കഷ്ണം, ബേ ലീവ്സ് 2 എണ്ണം, ഏലക്ക 3 എണ്ണം, ഗ്രാമ്പു 4 എണ്ണം, തക്കോലം 1 എണ്ണം, പൊട്ടറ്റോ 1 എണ്ണം ചെറുതായിട്ടരിഞ്ഞത്, മുട്ട 3 എണ്ണം, മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിയില കുറച്ച്, പുതിനയില കുറച്ച്, പച്ചമുളക് 2 എണ്ണം. ഞാനിവിടെ കുക്കറിനകത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ്. അപ്പം കുക്കർ ആദ്യം വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. അതിലേക്ക് ഒരു 2 ബേ ലീവ്സ്, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, പിന്നെ ജീരകം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കനം കുറഞ്ഞരിഞ്ഞ് വെച്ചേക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. ഇതൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സബോളയും ഇതൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് ചതച്ച് ചേർത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ഇനി ഇതിലേക്ക് അത് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചച്ചുവ മാറിക്കഴിയുമ്പോഴേക്കും നല്ല 2 വലിയ പഴുത്ത തക്കാളി ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്തുടയണം. തക്കാളി നന്നായിട്ട് വെന്തുടയണം. കുക്കർ വേണമെങ്കിൽ ഒന്ന് മൂടി വെക്കാം. വിസിലൊന്നും ഇടല്ലേ, അല്ലാതെ ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞ് കിട്ടും തക്കാളി. നമുക്ക് സബോളയൊക്കെ വേകുന്ന സമയം കൊണ്ട് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടാണ്. അതും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കർ തുറന്ന് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ്. തൈര് പുളിയില്ലാത്തത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത്. പുളിയില്ലാത്തത്. പുളിയുള്ളതാണെങ്കിൽ നമ്മൾ അളവ് കുറച്ച് കൊടുക്കണം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചോറിനും മസാലയ്ക്കും എല്ലാം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഞാൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയും കഴുകി എടുക്കാൻ പോവാണ്. ഇതിലേക്ക് പുഴുങ്ങി എടുത്ത് വെച്ചേക്കുന്ന മുട്ടയും പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, മുട്ട പൊട്ടാതെ. നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാണ്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള വെള്ളത്തിൽ ഇതാണ് വെച്ചേക്കുന്നത്, അളവാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആ വിസിൽ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് തുറന്നെടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ മതിയോ ഇല്ലെന്ന് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇതിലേക്ക് നമ്മൾ അടച്ചു വയ്ക്കാം. നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പം ചൂടുള്ളതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും എനിക്ക് തോന്നും. ചെറു ചൂട് മാറിക്കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഉണ്ടോ? ഇപ്പം തന്നെ വിടാൻ തുടങ്ങി. ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പോഴേക്കും സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാൻ അത് കുക്കറിൽ നിന്ന് ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റി. കുക്കറിൻ്റെ അടുക്കി പിടിച്ചിട്ടൊന്നുമില്ലായിരുന്നു, കൃത്യം അളവാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സബോള വറുത്തതും മുന്തിരിങ്ങയും കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പുതിനയില. ഇപ്പം ചൂടാറിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് റൈസ് കിടക്കുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്